തിരുനെൽവേലിയിൽ കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കാൻ തീരുമാനമുണ്ടായി. മാലിന്യം കൊണ്ടുപോകാൻ കരാറെടുത്ത സനേജ് കമ്പനിയുമായുള്ള കരാർ റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം റദ്ദാക്കും. മാലിന്യം തള്ളിയതിൽ സനേജ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് വലിയ വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. MG പ്രതീഷ് കൂടുതൽ വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, ഈ കമ്പനിയുമായിട്ടുള്ള ഉടമ്പടി RCC റദ്ദാക്കാൻ തീരുമാനിച്ചു. കാരണം ഈ യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ മാലിന്യങ്ങളൊക്കെ മറ്റൊരു സംസ്ഥാനം തള്ളുക എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനവുമായി നമുക്കുള്ള നല്ല ബന്ധം പോലും തകരാറിലാക്കുന്ന പരിപാടിയല്ലേ? പറയൂ. തീർച്ചയായും തിരുനെൽവേലിയിലെ ഈ മാലിന്യ നിക്ഷേപത്തെ സംസ്ഥാന സർക്കാരും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ RCCയുമായി കരാറെടുത്ത സനേജ് എക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് നിലവിൽ തിരുവനന്തപുരം RCC പോകുന്നത്. ഈ RCCയിൽ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ, IMAയുടെ ഉടമസ്ഥതയിലുള്ള ഇമേജിനും മറ്റ് മാലിന്യങ്ങൾ, അതായത് പൊതുമാലിന്യങ്ങളും പുനരുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഈ സനേജ് എക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ് കരാർ നൽകിയത്. ഈ കരാർ നൽകിയ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യം. കാരണം RCCയുടെ കരാറിൽ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട്. കാരണം ഈ പ്ലാസ്റ്റിക്കും മറ്റ് വസ്തുക്കളും മെഡിക്കൽ മാലിന്യം ഉൾപ്പെടെ അവിടെ നിന്ന് ഈ കൊണ്ടുപോകുന്ന കമ്പനിക്കാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ ഉത്തരവാദിത്തം. അപ്പോൾ ഈ കമ്പനിക്ക് ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ ഉത്തരവാദിത്തം ആ കമ്പനി പൂർണ്ണമായും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സനേജ് കമ്പനി മറ്റ് ഉള്ളവർക്ക് ഈ ഉപകരാർ നൽകിയിരുന്നു. ഇതിലാണ് വീഴ്ച സംഭവിച്ചത് എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിലടക്കം കണ്ടെത്തിയിട്ടുള്ള കാര്യം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇനി തുടർന്ന് ഇത്തരത്തിൽ അവരുമായി കരാറുമായി മുന്നോട്ട് പോകേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് RCC എത്തിയിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകും. കാരണം RCC പോലുള്ള ഒരു വലിയ ആശുപത്രിയാണ്. പ്രതിദിനം മാലിന്യ നീക്കം അനിവാര്യമാണ്. ഈ ഒരു ബദൽ ക്രമീകരണം ഉണ്ടാക്കുന്നത് വരെ തുടരും. അതിനുശേഷം എത്രയും വേഗം ഈ കമ്പനിയുമായുള്ള എല്ലാ കരാറുകളും അവസാനിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ കഴിഞ്ഞ 2 ദിവസമായി RCCയിൽ നടക്കുന്നുമുണ്ട്. താങ്ക് യു MG പ്രതീഷ്. എന്തായാലും തിരുനെൽവേലിയിൽ മാലിന്യം തള്ളിയെന്ന ആക്ഷേപം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ റീജിയണൽ ക്യാൻസർ സെന്റർ കൂടുതൽ കരുതലുകൾ സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ മാലിന്യം തള്ളിയതിന് 2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്ത വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണ് തമിഴ്നാട് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്.